ഈ തൃശ്ശൂരിൽ MP ആകുന്നതിന് മുൻപും അതിനുശേഷവും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു നേതാവാണ് സുരേഷ് ഗോപി. അദ്ദേഹം മുസ്ലിം പള്ളിയിൽ പോയാൽ വിമർശനം, ക്രിസ്ത്യൻ പള്ളിയിൽ പോയാൽ വിമർശനം, മധ്യപ്രദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടെങ്കിൽ ഇദ്ദേഹം മറുപടി പറയണം. അങ്ങനെ ന്യൂനപക്ഷങ്ങളെ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹത്തെ ആക്രമിക്കാനുള്ള കാരണം എന്താണ്? സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സർവ്വസമ്മതനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഒരു വശത്ത് അദ്ദേഹം ആദ്യ ഇലക്ഷൻ തോറ്റു, പിന്നെ ജയിച്ചു, അവിടെ തന്നെ പോയി നിന്ന് ജയിച്ചു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളെയും ജാതി വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ പുള്ളി ശ്രമിക്കാറുണ്ട്. പള്ളിയിൽ പോകുന്നു, അച്ഛന്മാരും പിതാക്കന്മാരും ഒക്കെ പുള്ളിയെ അഭിനന്ദിക്കുന്നു. അങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നൊരു വേറെ മാനസികാവസ്ഥയിലാണ് പോകുന്നത്. അതിലൊരു വലിയ അസ്വസ്ഥതയുണ്ട്. കാരണം BJPയുടെ എൻട്രൻസ് ആണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. ന്യൂനപക്ഷ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ ജബൽപൂരിലുണ്ടായ ഒരു വൈദികൻ, 140 കോടി ആളുകൾ താമസിക്കുന്ന രാജ്യമാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, തല്ല്. അതിലെല്ലാം ഇപ്പം സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ, അല്ലെ കേരളത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഒരു ആങ്കർ ചോദിച്ചാൽ മറുപടി പറഞ്ഞുകൊണ്ട് ജബൽപൂരിലെ പ്രശ്നം പരിഹരിച്ചോ? അങ്ങനെയൊന്നുമല്ല പോകുന്നത്. എല്ലാ കാലത്തും ഇതുപോലത്തെ സംഘർഷങ്ങൾ, തല്ല്, ബഹളം, മതപരിവർത്തന പ്രശ്നങ്ങൾ, അതിനെതിരെയുള്ള യുദ്ധങ്ങൾ, ഇതെല്ലാം നടക്കും. ഇത്രയല്ലേ സംഘർഷം ഉണ്ടാകുന്നുള്ളൂ നമ്മൾ ആലോചിക്കുക. ലോകരാജ്യങ്ങളെ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലും സംഘർഷമുണ്ടോ? എല്ലാവരും വളരെ മതസൗഹാർദ്ദത്തിലൂടെ കഴിയും. പിന്നെ ഒറ്റപ്പെട്ട ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരും. അത് വരുമ്പോൾ അത് എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മളിവിടെ ആൾക്കൂട്ട വിചാരണ നടത്തി മധുവിനെ കൊന്നില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നമ്മളും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് സംഭവിക്കും. പക്ഷേ അതെല്ലാം കൂടി സുരേഷ് ഗോപിയുടെ മുകളിലോട്ട് വന്നിട്ട് ചോദിച്ച് തലേ ദിവസം ഇപ്പോൾ ജബൽപൂർ വിഷയത്തിൽ തന്നെ തലേ ദിവസം ചോദിച്ച്, രാജ്യസഭാ വിഷയത്തിൽ ചോദിച്ച്, വക്കപ്പിൻ്റെ കാര്യത്തിൽ രാജ്യസഭയിലൊക്കെ സംസാരിച്ച് ആകെ വേറൊരു മോഡിൽ നിന്ന സുരേഷ് ഗോപിയോടാണ് പിറ്റേ ദിവസം വീണ്ടും ചെന്നിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന വർത്തമാനം ചോദിക്കുന്നത്. അപ്പം ചോദിക്കുന്നവർക്ക് രാഷ്ട്രീയം ഉണ്ടല്ലോ, അതാണ് വിഷയം. ഇപ്പം മീഡിയക്കാർക്ക് രാഷ്ട്രീയമില്ല, സ്വതന്ത്രമായൊരു അഭിപ്രായം അറിയാനാണ്. മന്ത്രിയിൽ നിന്ന് സ്വതന്ത്രമായൊരു അഭിപ്രായം അറിയാനാണെങ്കിൽ ഓക്കെ. അല്ലല്ലോ, ചോദിക്കുന്ന ആൾ എന്താണ് ബൈറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയുന്ന ആളിനെ പറഞ്ഞു വിടുകയാണ്, നീ തള്ളിയിട്ടിട്ട് വരാൻ. അങ്ങനെയല്ലേ ബൈറ്റ് എടുക്കുന്നത്? ഇപ്പോൾ കൈരളി ബൈറ്റ് എടുത്തു, ഏഷ്യാനെറ്റ് ബൈറ്റ് എടുത്തു, അല്ലെങ്കിൽ മീഡിയ വൺ ബൈറ്റ് എടുത്തു, ജനം TV ബൈറ്റ് എടുത്തു. എന്താ ബൈറ്റ് എടുക്കുന്നത്? അവരുടെ ചാനലിൻ്റെ പൊളിറ്റിക്സിനെ അനുഗുണമായിട്ട് എതിരാളിയെ വെട്ടാനുള്ള ബൈറ്റ് എടുത്തുകൊണ്ടിരാനാണ് പറഞ്ഞു വിടുന്നത്. അല്ല സ്വതന്ത്ര മാത്ര പ്രവർത്തനം വല്ലതും ഉണ്ട് അവിടെ? ഒന്നുമില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ, വൈകാരിക വാർത്തകൾ ചോദിക്കും. പിന്നെ അതിന് വളരെ ചിരിച്ചുകൊണ്ട് കളിയാക്കി അവോയ്ഡ് ചെയ്ത് പറയാനുള്ളൊരു പൊളിറ്റിക്കൽ കപ്പാസിറ്റി ആർക്കും വന്നിട്ടില്ല. സുരേഷ് ഗോപി വന്നിട്ടില്ല. ഇതേ ചോദ്യങ്ങളൊക്കെ തന്നെ സാറ് പറയുന്നത്. മാധ്യമങ്ങൾ വിരിക്കുന്ന വലയിൽ സുരേഷ് ഗോപി വീണു പോകുന്നു. സത്യസന്ധനായ മനുഷ്യർ വീണു പോകും. സത്യസന്ധരായ മനുഷ്യർ വീണു പോകും. അല്ലെ കാപട്യമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഇത് മെയ്വഴക്കമുള്ളവരായിരിക്കണം. കാപട്യം വേണ്ട, ഒരു മെയ്വഴക്കം ഉണ്ടായിരുന്നു മതി. ഒരു പൊളിറ്റിക്കൽ മെയ്വഴക്കം ഉണ്ടല്ലോ, രാഷ്ട്രീയമായ ഇപ്പം ജോർജ് കുര്യൻ കാപട്യമൊന്നുമില്ല, പക്ഷേ ഒരു മെയ്വഴക്കമുണ്ട് പുള്ളിക്ക്. കാര്യം 10-30-40 വർഷം കൊണ്ട് പുള്ളി പൊളിറ്റിക്സ് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മെയ്വഴക്കമുണ്ട്. ഒഴിവാക്കുന്നു, ചിരിക്കുന്നു, തമാശ പറയുന്നു. അമേരിക്കയുടെ കാര്യം ചോദിച്ചാൽ ഉടനെ അദ്ദേഹം അറബിക്കടലിൻ്റെ കാര്യം പറയും. ചോദിക്കുന്ന ഒന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ട് കെട്ടും. പുള്ളി ശല്യമില്ല, അതുകൊണ്ട് ആ ചൊറിയാനും പോവില്ല. സുരേഷ് ഗോപി മൗനം പാലിച്ചാൽ അതും വാർത്തയാണ്. ആ വാർത്ത പ്രതികരിച്ച വാർത്ത, പ്രതികരിച്ചില്ല ഈ വാർത്ത. അതാ ഞാൻ പറഞ്ഞത്, ഇത് പർപ്പസായിട്ട് പോയല്ലേ ചെയ്യുന്നത്. എന്തിനാണ് ഈ കൊണ്ടുപോകുന്നത്? നമുക്കൊരു ബൈറ്റ് കിട്ടണം. എന്താ നമുക്ക് കിട്ടേണ്ട ബൈറ്റ്? നമുക്ക് കിട്ടേണ്ട ബൈറ്റ് നമ്മുടെ എതിരാളിയുടെ രാഷ്ട്രീയത്തെ ചൊറിയാൻ പറ്റുന്നൊരു ബൈറ്റാണ്. അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത്. അല്ലാതെ സത്യസന്ധമായ കാര്യങ്ങൾ ചോദിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ പിന്നെ എന്താ കാര്യം? അപ്പോൾ അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടെ പഠിക്കുമായിരിക്കും പുള്ളി. ചിലപ്പോൾ പുള്ളി ഇപ്പോൾ സിനിമയിൽ നിന്നൊക്കെ വന്നതല്ലേ ഉള്ളൂ, കുറേ കൂടി കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷേ കുറച്ചൊരു ഒരു അവധാനത അല്ലെങ്കിൽ ഒരു പക്വതയും പുള്ളിക്കും വേണം. പുള്ളി ഷൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതോടൊപ്പം ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നത് ഈ മുസ്ലിം പള്ളിയിൽ പോയാൽ, നൊയമ്പ് കാലത്ത് പോയാൽ അത് നാടകം, ക്രിസ്മസ് കാലത്ത് മറ്റേ ക്രിസ്ത്യാനികളെ പോയാൽ അതെല്ലാം അതൊന്നും കാര്യമില്ല. ഇന്നുൾപ്പെടെ അത് പറയേണ്ടത് ആരാണെന്നറിയാമോ? ഇപ്പോൾ ഒരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് നാടകമാണെന്ന് പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ നാടകമായിട്ട് ഇവിടെ വരരുതെന്ന്. അവർ 2 കൈ നീട്ടി സ്വീകരിച്ച് രാജകീയമായിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മുസ്ലിം പള്ളിയിൽ പോകുന്നു, മുസ്ലിങ്ങളെ സഹായിക്കുന്നു, അവർ പറയണം ഈ നാടകമായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് അവർ പറഞ്ഞാൽ ഓക്കെ. അല്ലാതെ പറയുന്ന വെളിയിൽ നിൽക്കുന്നവൻ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അല്ല, കഞ്ഞി കുടിച്ചത് ഉൾപ്പെടെ ഗണേശൻ ഉൾപ്പെടെ അത് ഗണേശൻ്റെ പ്രശ്നം എന്താണ്? ഗണേശനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം വല്ലപ്പോഴും കണ്ണാടിയും കൂടെ നോക്കണം. നേരെ വിമർശിക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് കൂടെ നോക്കണ്ടേ? അദ്ദേഹത്തെ തമാശ ഇപ്പോൾ അയാൾ മറ്റേ തൊപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ,
IPS തൊപ്പിയുടെ കാര്യമൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു വൈകാര്യം ഒരാളെ നമുക്ക് IPS കിട്ടാൻ ആഗ്രഹിച്ചിരിക്കും, സിനിമ കിട്ടിയില്ല, സിനിമ വഴിയായിരിക്കും കിട്ടിയത്. അപ്പോൾ തൊപ്പി വെച്ചപ്പോൾ നമുക്കൊരു വികാരം വന്നു, ആ തൊപ്പി ചിലപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകും. അതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അങ്ങനെ വ്യക്തിപരമായി ചികഞ്ഞാൽ ഗണേഷിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ 100% സുതാര്യമാണോ? ചികഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, മന്ത്രിയാണ്, റെസ്പെക്റ്റ് ചെയ്യുന്നു, വിത്ത് ആൾ റെസ്പെക്റ്റ്. അദ്ദേഹം എനിക്ക് നേരിട്ട് അറിയാവുന്ന MLA കൂടെയാണ്, അഴിമതിയില്ല, ആ കാര്യത്തിലൊക്കെ മിടുക്കനാണ്, ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റു കാര്യത്തിലും അത്ര പോസിറ്റീവാണോ കാര്യങ്ങൾ? അല്ലല്ലോ. അപ്പം വ്യക്തി ജീവിതത്തെ വിട്ടേക്കുക, സ്വകാര്യ ജീവിതത്തെ വിടുക, പൊതുജീവിതത്തിലേക്ക് വരിക. പക്ഷെ പലപ്പോഴും ഗണേഷുമൊക്കെ അങ്ങനെയല്ല പറയുന്നത്. അപ്പം അതിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഗണേഷ് പറയുമ്പോഴും സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുകയാണ്. അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ സമൂഹത്തിലേക്ക് വളർന്നു കയറാൻ BJP വലിയ രീതിയിൽ ശ്രമം നടത്തുന്നു. വലിയ ശ്രമമല്ലേ നടത്തുന്നത്? ആ ശ്രമത്തിന് ഒരു പാലമായി മാറാൻ സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് തോന്നൽ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടായതുകൊണ്ടായിരിക്കും ഈ വിമർശനം. അതുകൊണ്ടല്ലോ ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇപ്പോൾ മാറാലഞ്ചേരി പിതാവ് കൃത്യമായി പറഞ്ഞല്ലോ, BJP ഞങ്ങൾക്ക് സ്പർശിച്ചിട്ടൊന്നുമല്ല, നല്ല പാർട്ടിയാണെന്ന്, മോഡി നല്ല നേതാവാണെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ക്രിസ്ത്യാനിറ്റി, ഒരു സ്റ്റാർട്ട് ആൻഡ് ട്രബിൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്. നോർത്ത് ഇന്ത്യയിലൊക്കെ അത് കഴിഞ്ഞു. ഗോവ ക്രിസ്ത്യാനിറ്റിക് മെജോറിറ്റി ഉള്ള സ്ഥലമല്ലേ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ എല്ലാം ക്രിസ്ത്യാനിക് മെജോറിറ്റി അല്ലേ, അവരെല്ലാം BJPയുടെ ബ്ലാങ്ക് ചെക്കല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു സ്റ്റാർട്ട് ആൻഡ് ട്രബിൾ ഉണ്ട്. അത് സുരേഷ് ഗോപിയിലൂടെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ BJPക്ക് കടന്നു കയറാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ടല്ല അവർ 20% വോട്ട് പിടിച്ചില്ലെന്നേ. പണ്ട് BJP ഒരു 20 വർഷം മുമ്പ് BJPയുടെ ഇലക്ഷനിൽ നിങ്ങൾ ചെവര് വല്ല എഴുത്ത് വല്ലതും കണ്ടിട്ടുണ്ടോ? ഇന്നിപ്പോൾ കട്ടയ്ക്ക് അവർ നിൽക്കുകയല്ലേ. 20 എന്ന് പറഞ്ഞാൽ 25% കഥ മാറി. 5% കൂടെ അവർ പിടിച്ചാൽ ഇവിടുത്തെ കഥ മാറി, ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എല്ലാം മാറി. അതുകൊണ്ട് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. വലിയ പ്രതിസന്ധിയിലേക്ക് പോകും മറ്റു പാർട്ടികൾ. അതുകൊണ്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നത്. പൊളിറ്റിക്സ് അല്ലല്ലോ അറ്റാക്ക് ചെയ്യുന്നത്, വ്യക്തിപരമായ അറ്റാക്കല്ലേ കൂടുതൽ നടക്കുന്നത്. കാരണം എല്ലാ കാലത്തും ഈ എതിരാളികൾ പറയുന്നത് BJP ഉൾപ്പെടെയുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന്. അതെ, ഈ BJPയിലുള്ള ഒരു മന്ത്രി തന്നെ നിരന്തരം അവരുമായി സൗഹൃദം പങ്കിടുമ്പോൾ സ്വാഭാവികമായിട്ട് നാടകമായി മാറും. മാറ്റി നാടകം എന്ന് പറയും, ന്യൂനപക്ഷങ്ങൾക്കെതിരാന്ന് പറയും. പക്ഷേ എന്താ സംഭവം, നമ്മൾ ഇപ്പോൾ വഖഫ് ബില്ല് വന്നപ്പോഴും മുസ്ലിംസ് റെസിസ്റ്റൻസ് വന്നപ്പോഴും കുറേ മുസ്ലിം സ്ത്രീകളടക്കമുള്ള ആളുകൾ രാജ്യത്തിൽ ലഡുവൊക്കെ വിതരണം ചെയ്യുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിരുന്നില്ലേ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ മുത്തലാഖ് അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു ഇതില്ലേ, ഒരു 2 ഗ്രൂപ്പില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണണം വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെയൊക്കെ പോകുന്നത് പൊളിറ്റിക്കലായിട്ട് ഗുണം ചെയ്യുമോ എന്നുള്ളൊരു പേടി മറ്റ് പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു പൊളിറ്റിക്സ് പറയുന്നതിന് പകരം വ്യക്തിപരമായിട്ട് പുള്ളി അറ്റാക്ക് ചെയ്യും. പുള്ളിക്ക് അത് അങ്ങനെ ഒരു ചാതുര്യം ഇല്ലേ താനും, ഒരു പൊളിറ്റിക്കലായിട്ടൊരു മെയ്വഴക്കം വന്നിട്ടുമില്ല. ആ ഗ്യാപ്പ് നോക്കി ചാനലുകൾ ബഹളം ഉണ്ടാകും. അദ്ദേഹം വന്നിട്ടില്ലെന്ന് പറയുമ്പോഴും കേരളത്തിൽ ആദ്യത്തെ MP ആണ് അദ്ദേഹം. MP ആണ്, മന്ത്രിയായി. അപ്പോൾ അത് പെർഫോം ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് മീഡിയയൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, അതൊരു വേറെ പെർഫോമൻസ്. ജനങ്ങളെ മനസ്സിൽ കയറാൻ കഴിഞ്ഞു, പക്ഷേ മീഡിയയെ കയറാൻ കഴിഞ്ഞില്ല. അതിപ്പോൾ പിണറായിയും അങ്ങനെ തന്നെയല്ലോ. നയനാർ ജനങ്ങളെ മനസ്സിലുമുണ്ട്, മീഡിയയുടെ മനസ്സിലുമുണ്ട്. മീഡിയ ഏറ്റവും കൂടുതൽ തെറി പറഞ്ഞിട്ടുള്ള നയനാറല്ലേ. പക്ഷെ ഒരു മീഡിയക്കാർക്ക് നയനാറോട് ദേഷ്യം തോന്നിയിട്ടില്ലല്ലോ. എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് പോലും ഒരു മീഡിയക്കാരൻ നയനാരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അത് വേറെ ശൈലിയാണ്, ഇതിപ്പോൾ വേറെ ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി പഠിക്കണം, പുള്ളി പഠിച്ച് കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് മറ്റത് തുടരട്ടെ. എന്തായാലും അത് വ്യത്യാസം വരും. കാരണം മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ വ്യത്യാസം വരും. നിങ്ങൾ നോക്കിക്കോളൂ, മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ വലിയ വ്യത്യാസം വരും. ഒരു അബ്ദുള്ള കുട്ടിയല്ല, ഒരുപാട് വരും. അധികാരവും ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നതനുസരിച്ച് വലിയ വരും. എന്തുകൊണ്ട് വഖഫിനെതിരെ വലിയ പ്രക്ഷോഭം നടക്കുന്നില്ല? മാസ് പ്രക്ഷോഭമൊന്നും ഇവിടെ നടക്കുന്നില്ലല്ലോ. ഒരു ചെറിയ പോസ്റ്റ് ഓഫീസ് ധർണ പോലുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നുള്ളൂ. എന്തുകൊണ്ട് നടക്കുന്നില്ല? അതിൻ്റെ ശരി തെറ്റുകളൊക്കെ എല്ലാവർക്കും അറിയാം. അതും കൂടി കൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.